സ്കൂള് വിട്ട് കഴിഞ്ഞാൽ നീ ജസ്റ്റ് ഒന്ന് വാ, ജസ്റ്റ് ഒന്ന് വാ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു, ഓക്കെ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു, ഓക്കെ, ചീഫ് ക്യാമറമാൻ. അപ്പൊ നമ്മളൊരു ബേക്കറിയിലോ കൂൾ ബാറിലോ നിൽക്കുകയാണെന്ന് വെച്ചോ, ഓക്കെ, ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ നിൽക്കുന്ന അറിയാമോ? ഞാൻ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കും നടന്ന് നിൽക്കുക. അപ്പൊ ഇവൻ എന്തായി? ഇവൻ ഡമ്മിയായി. ഓക്കെ, ഞാൻ ആരായി? ഇവന്റെ തോളത്ത് കൈയിട്ടാ നിക്കാൻ ഞാനൊരു മാസ് ഇവന്റെ തോളത്ത് മാരി. അപ്പൊ അന്ന് ഈ വലിക്കുന്ന സിഗരറ്റിന്റെ ഫിൽട്ടർ, നമ്മള് അറ്റം, ഈ അറ്റം കിങ്സിന്റെ സിഗരറ്റും ഉണ്ടെന്ന് ലൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ ലൈറ്റ്സ് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്സിന് അന്ന് കിങ്സിനേക്കാളും വിലക്കുറവാ. ഈ ലൈറ്റ്സ് വലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റാ. ഓക്കെ, അപ്പൊ സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളോടുള്ള ആണുങ്ങളോടുള്ള താല്പര്യം. അപ്പൊ ഇവന്റെ തോളത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിന്റെ ഓപ്പോസിറ്റിലെ ബേക്കറിയിൽ നിന്ന് ഊതി വിടുമ്പോ പെണ്ണുങ്ങൾ സമയം ഇറക്കാനല്ലേ, മനസ്സിലായില്ലേ? ആ സമയം ഇറക്കാനല്ലേ, സമ പയ്യണ്ടി, സമ ആറ്റിറ്റ്യൂഡ് പെണ്ണുങ്ങളെ നോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ബോയ്സ്, ഓക്കെ, സിഗരറ്റ് വലിക്കുന്ന കുട്ടി, കാതില് ചെറിയ കടുക്കൻ, ബൈക്കിലേക്ക് കയറുന്നു, പെണ്ണുങ്ങളെ മൈൻഡ്. കൗതുക വാർത്തകളിലെ മുകേഷ് ഏട്ടന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ആരെയും മൈൻഡ് ചെയ്യുന്നു, താങ്ക്സ്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോളൂ, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അവിടെ വന്നിരിക്കുന്നത് തന്നെ ഇവരെ ശ്രദ്ധിക്കാനും വായി നോക്കാനും വേണ്ടിയിട്ടാണ്.